Hello friends, welcome to my new video. In the unboxing, I am a JBL speaker and that is JBL Flip 5. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോക്സ് JBL Flip 5. ഇതിന്റെ മെയിൻ ഹൈലൈറ്റഡ് കാര്യം നോക്കുകയാണെങ്കിൽ 12 ഹവേഴ്സ് പ്ലേ ബാക്ക് കിട്ടുന്ന 12 ഹവേഴ്സ് പ്ലേ ബാക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ IPX7 വാട്ടർ പ്രൂഫ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഹവേഴ്സ് പ്ലേ ബാക്ക്. അതുപോലെ തന്നെ ഇതിന്റെ JBL പാർട്ടി ബൂസ്റ്റും, അതായത് വേറെ JBL വേറെ സ്പീക്കർ ഉണ്ടെങ്കിലും നമുക്ക് അതിനോട് ലിങ്ക് ചെയ്തിട്ട് ഒരുമിച്ച് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ നേരെ അൺബോക്സ് ചെയ്യാം. JBL പക്ക സ്റ്റാൻഡേർഡ് ആയ കാരണം നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ JBL സ്പീക്കറിന്റെ ബോക്സ്. അതുപോലെ തന്നെ ഇതില് വേറൊരു പൗച്ചും തന്നിട്ടുണ്ട്. അതായത് ഇതില് മറ്റേ കാർഡുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. ഇത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എക്സ്ട്രാ വന്നിട്ടുള്ള സംഭവം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതില് നമ്മുടെ JBL Flip 5ന്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ യൂസർ മാനുവലും സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് സിൽക്ക ജെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ JBLന്റെ കുറച്ച് യൂസർ മാനുവൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പിന്നെ നമ്മുടെ USB ടൈപ്പ് C ടൈപ്പ് കേബിളാണ് നമ്മുടെ ഹെഡ്സെറ്റ് നമ്മുടെ ഈ സ്പീക്കറിൽ വരുന്നത്. C ടൈപ്പ് ആയി കാരണം ഒരു നല്ല മെറിറ്റ് തന്നെ പറയാം. പക്ഷേ ഇപ്പോ എല്ലാ സ്പീക്കറും എല്ലാ ഫോൺസും C ടൈപ്പ് കേബിളാണ്. അതുപോലെ തന്നെ ഇതും C ടൈപ്പ് ആയി തന്നെ ഇപ്പോൾ നമ്മുടെ നമുക്കിനി ഇത് വെച്ചിട്ട് തന്നെ വേറെ ഫോൺ എങ്ങനെ ചാർജ് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു നല്ല സംഭവം തന്നെ പറയാം. പിന്നെ ഇതിൽ JBL വീണ്ടും കുറെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്പീക്കർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ഒരു കവറാണ്. നമുക്ക് ഇനി എവിടേക്കെങ്കിലും പോകുമ്പോൾ ബാഗുകളൊക്കെ വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പീക്കർ. JBLന്റെ പക്ക സ്പീക്കർ JBL Flip 5 ആണ് സ്പീക്കർ വന്നിട്ടുള്ളത്. പക്ഷെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ JBL Flip 5 ഇതാണ് ഇവിടെ സി പോർട്ട് കാണുന്ന C ടൈപ്പ് കേബിളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി കാണിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഇത് പവർ ഓൺ ബട്ടൺ. പിന്നെ ഇത് വരുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഓക്സിൻ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതൊരു ഡീമെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമുക്ക് അതിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. ബ്ലൂടൂത്ത് സ്പീക്കർ ആയ കാരണം കൊണ്ട് ഇതിന്റെ ഒരു ആവശ്യകത വരും. എന്നാലും Flip 3 അതുപോലെ തന്നെ നമ്മുടെ USB ഓപ്ഷനൊക്കെ ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്ലേ ആൻഡ് പോസ്, അതുപോലെ തന്നെ വോളിയം അപ്പ്, അതുപോലെ തന്നെ വോളിയം ഡൗൺ, ഈ ഒരു ഓപ്ഷൻ പറയണമെങ്കിൽ നമുക്കിപ്പോ രണ്ട് സ്പീക്കർ എങ്ങനെ JBL Flip ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറ്റ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ രണ്ട് സ്പീക്കറിലും പക്കയായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇനിയിപ്പോ എനിക്ക് പാട്ട് നെക്സ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ അപ്പൊ തന്നെ അടുത്ത നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പീക്കർ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ടൈയും വരുന്നുണ്ട്. നമുക്ക് അതിലിട്ടിട്ട് എവിടേക്കും കൈയും വിട്ടിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ JBL Flip 5 ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്തതിന്റെ പക്ക നമ്മുടെ വൂഫർ അടിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു മൂളിച്ച പോലെ നൈസ് സംഭവമാണ്. നമുക്ക് നേരം നമ്മുടെ സ്പീക്കറോട് വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അതായത് പെയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ ഈ ഡിവൈസ് ഡിസ്കണക്ട് ചെയ്തുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഈ സ്പീക്കറിലും ഈ ബ്ലൂടൂത്ത് ഡിസേബിൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി എനിക്ക് വേറെ ഡിവൈസ് കണക്ട് ചെയ്യാതെ വേറെ വല്ല ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ക സെൻസിങ് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് പ്ലേ ചെയ്തു. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ കോപ്പിറൈറ്റ് കിട്ടുന്ന ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാനിപ്പോ തൽക്കാലം നമ്മുടെ റെമിക്സ് സോങ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇട്ടുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ തൽക്കാലം നമ്മുടെ വേൽമുരുക റെമിക്സ് ഒന്ന് സെലക്ട് ചെയ്യാണ്.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാനിപ്പോ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇൻഡോറിലൊന്നല്ല, ഔട്ട്ഡോറിൽ വെച്ചിട്ട് തന്നെ ഇത്രയും ഇതിന്റെ ഒരു വൂഫർ അടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടതിനെ മനസ്സിലാവും എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന്. ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് സ്പീക്കർ തന്നെ പറയാം. ഒരു പൈസ മുതൽ തന്നെ പറയാം. ഒരു അത്യാവശ്യം നല്ല ഒരു അടിപൊളി ക്വാളിറ്റിയാണ് നമ്മുടെ JBL Flip 5 വരുന്നത്. ഇനി ഇതിന്റെ ഫ്രീക്വൻസി ടെസ്റ്റ് ചെയ്ത് ഞാൻ വേറൊരു യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം യൂട്യൂബിൽ നിന്ന് 20 Hz to 20 kHz വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഊഫറിന്റെ മൂവ്മെന്റ്, അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്നൊരു എയർ പാസ് ചെയ്യുന്ന സമയങ്ങൾ കാണിച്ചു തരാം. എയറിന് കാണിച്ചു തരാനായിട്ട് പറ്റില്ല, എന്നാലും ഫീൽ ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന് പ്ലേ ചെയ്യാണ്. എന്റെ വൂഫറിന്റെ ഷെയ്ക്കിംഗ് വെച്ച് നോക്കിക്കോളൂ. ഇപ്പൊ ഒരു മൂളിച്ച് നിങ്ങൾ കേട്ടതുകൊണ്ട് മനസ്സിലാവണ്ട എത്രത്തോളം സൗണ്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു നല്ല ഇവിടെ ഒരു ഒറ്റ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഇവിടുന്ന് ഒരു നല്ലൊരു എയർ ആണ് ഇവിടുന്ന് ഒരു പുഷ് ചെയ്ത് വരുന്നത്. 4500 mAh ആണ് നമ്മുടെ ബാറ്ററി ലൈഫ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ JBL കമ്പനിക്കാർ പറയുന്നത് 2.5 മണിക്കൂറാണ് ഇതിന്റെ ചാർജിങ് ടൈം എന്നാണ് പറയുന്നത്. പക്ഷേ 2.25 മണിക്കൂർ മാത്രം ചാർജ്, 2 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ ചാർജിങ് ടൈം വരുന്നുള്ളൂ. അതുപോലെ പ്ലേ ബാക്കും അത്യാവശ്യം ഇവര് 12 hours ആണ് പറയുന്നത്. അത്രയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ സൗണ്ട് എത്രത്തോളം, വോളിയം എത്രത്തോളം കൂട്ടി കുറച്ചിരിക്കുന്നു അതുപോലെ ഇരിക്കും അതിന്റെ ബാറ്ററി ലൈഫും. എന്നാലും 12 hours അടുത്ത് എന്തായാലും എത്തിയിരിക്കും. അതിന്റെ യാതൊരു സംശയം പറയേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സ്പീക്കറിന്റെ JBL Flip 5 സ്പീക്കറിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റേറ്റ് 8500 ആണ്. ഇതിനെ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്കിനെ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻകം, അതായത് ഈ സ്പീക്കർ വാങ്ങിയത് എന്റെ സ്വന്തം പൈസ കൊണ്ടാണ്. ഞാൻ ചേട്ടനെ കൂടിയിട്ട് ഹലോ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ സ്പീക്കർ വാങ്ങിയത്. അതുപോലെ ടോട്ടല് ഞാൻ ഈ ഹലോ ആപ്ലിക്കേഷൻ പൈസ ഉണ്ടാക്കിയിട്ട് സാധനം വാങ്ങി നോക്കുകയാണെങ്കിൽ ഒരു Redmi Note 9 Pro Max 18,500 ഫോൺ, അതുപോലെ തന്നെ ഈ JBL Flip 5 8500, അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ എടുത്ത നമ്മുടെ സാംസങ്ങിന്റെ മൈക്രോവേവ് ഓവൻ അതിന് 6300. അങ്ങനെ ടോട്ടല് നമ്മൾ 3 ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 33 സംതിങ് രൂപ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സാധനം വാങ്ങാനായിട്ട് മാത്രം. അത് പോരാത്തിന് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 35,000 രൂപ 2 മാസം കൊണ്ട് എനിക്ക് ഹലോ ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ഇനി ഞാൻ പറയേണ്ട അർത്ഥമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ചൈനക്കാർ ആപ്ലിക്കേഷൻ നിരോധിച്ച് കഴിഞ്ഞു. ഇതിന്റെ അത് പറയുന്ന അർത്ഥമില്ല. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായ ഡിസ്ലൈക്ക് അടിക്കുക. അതിനെ കുറിച്ചുള്ള കമന്റ്സ് താഴെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പാകലാം. With